ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പോളാർ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. സോ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് തന്നെയാണ് പോളാർ ഫോം എന്നറിയാം. Z ഈക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ ഫോമിൽ നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ എഴുതുന്നതിനെയാണ് നമ്മൾ പോളാർ ഫോം എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇതാണ് എക്സ് പ്ലസ് IY ഓർ ഓർഡേർഡ് പെയർ XY എന്ന് കരുതുക. സോ this length means distance of this complex number from the origin. അതിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് Z എന്ന് വിളിക്കുക. അതിനെയാണ് ഞാനിപ്പോൾ R എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. And this vector, the position vector of ordered pair XY, makes an angle theta from the positive real axis. ഇതാണ് നമ്മുടെ റിയൽ ആക്സിസ്. അതിൻ്റെ പോസിറ്റീവ് സൈഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, അതിനെയാണ് നമ്മളിവിടെ തീറ്റ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ വി നോ ദാറ്റ് കോസ് ഓഫ് തീറ്റ ഇസ് adjacent side by hypotenuse x by r. Similarly, sin theta is equal to y by r. From this we can write x is equal to r cos theta and y is equal to r sin theta. So if z equal to x plus iy, we write r as mod z equal to r, angle between positive side of real axis and the vector from origin to the point xy is denoted by theta. Then we know we have x equal to r cos theta and y is equal to r sin theta. Substitute it here. So x plus iy will be r cos theta plus I r sin theta, and r is common, so that this is same as r times cos theta plus I sin theta. This is polar form of a complex number. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആംഗിൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവായിട്ടും, ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആംഗിൾ മെഷർ ചെയ്യുന്നതെങ്കിൽ, ഇവിടെ നിന്ന് താഴേക്കാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ആ ആംഗിൾ നെഗറ്റീവായിട്ടുമാണ് നമ്മൾ പറയുക. സോ നമ്മളിവിടെ നോട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞു Z is equal to r cos theta plus I r sin theta or r into cos theta plus I sin theta. പക്ഷേ Z 0 ആണെങ്കിൽ we cannot find theta. ഓക്കെ, r അവിടെ 0 ആവും, പക്ഷേ we cannot find theta. പോസിറ്റീവ് എക്സ് ആക്സസുമായിട്ട് ഓർ പോസിറ്റീവ് റിയൽ ആക്സസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കൃത്യമായിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല അവിടെ. സോ whenever we use polar form, നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, Z is നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സിനാണ് നമ്മൾ ഈ പോളാർ ഫോം യൂസ് ചെയ്യുന്നത്. ഇവിടെ R ഈക്വൽ ടു മോഡ് Z ആണ്. മോഡ് Z എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്റ്റൻസ് ഓഫ് Z ഫ്രം ഒറിജിൻ, ഡിസ്റ്റൻസ് ആണ്. സോ ഇറ്റ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നോട്ട് ഈക്വൽ ടു 0. R ഈക്വൽ ടു 0 മീൻസ് Z ഈസ് 0 എന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞു പോളാർ ഫോം നമ്മൾ 0നെ യൂസ് ചെയ്യുന്നില്ല. സോ R is strictly greater than 0. Then ഈ തീറ്റ, ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് including negative ones, and they differ by an integral multiple of 2π. നമുക്ക് കഴിഞ്ഞ സ്ലൈഡിലേക്ക് ഒന്നും കൂടി പോവാം. സോ ഇവിടെ തീറ്റ നമ്മളിപ്പോൾ മെഷർ ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, വീണ്ടും ഞാൻ 2π പ്ലസ് തീറ്റ വന്നു എന്ന് കരുതുക. ദെൻ ഓൾസോ ഐ വിൽ ഗെറ്റ്, ഇതാണ് എൻ്റെ പുതിയ ആൽഫ എന്ന് വിചാരിക്കുക. ദെൻ r cos alpha plus I sin r ഇൻറ്റു കോസ് ആൽഫ പ്ലസ് I sin ആൽഫ എന്ന് പറയുന്നതും ഇതേ എക്സ് പ്ലസ് IY തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ 2πയുടെ നമുക്കറിയാം കോസ് ഫംഗ്ഷനും സൈൻ ഫംഗ്ഷനും 2π പീരിയോഡിക് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് തന്നെ തീറ്റ എന്നുള്ള സ്ഥാനത്ത് തീറ്റ പ്ലസ് 2π വന്നാലും വി വിൽ ഗെറ്റ് ദ സെയിം, തീറ്റ പ്ലസ് 4π വന്നാലും വി വിൽ ഗെറ്റ് ദ സെയിം, തീറ്റ മൈനസ് 4π വന്നാലും വി വിൽ ഗെറ്റ് ദ സെയിം, ആൻഡ് സോ ഓൺ. So this theta can take infinite number of possible values including negative values, and all of them differ by integral multiple of 2π. Then നമുക്ക് x equal to r cos theta ആണ്. അതുപോലെ
y is equal to r sin theta ആണ്. Then what about y by x? Y by x is tan theta. So theta satisfies the formula tan theta equal to y by x. Then നമ്മളിപ്പോൾ പറഞ്ഞു തീറ്റ ക്യാൻ ടേക്ക് ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ്. ഓക്കെ, ആ തീറ്റ എടുക്കുന്ന വാല്യൂസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ്. ആൻഡ് വി വിൽ ഡിനോട്ട് ഇറ്റ് ബൈ ആർഗ് സെറ്റ്, സ്മോൾ എ ആർ ജി സെറ്റ്, ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ്. നൗ എന്താണ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എന്ന് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞു if z equal to x plus iy has the polar form z equal to r cos theta plus I sin theta, then tan theta is equal to y by x, and theta can take infinitely many values and they differ by an integral multiple of 2 pi എന്ന് പറഞ്ഞു. ഇതിൽ തീറ്റയുടെ ഏത് വാല്യൂ ആണോ ഓപ്പൺ മൈനസ് പൈ ക്ലോസ്ഡ് പൈയിൽ ഉണ്ടാവുക, ഈ മൾട്ടിപ്പിൾ വാല്യൂഡ് ഓർ ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് തീറ്റയ്ക്ക് എടുക്കാം എന്നുള്ള ആ കണ്ടീഷൻ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതിനെ സിംഗിൾ വാല്യൂഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണിത്. ദ വാല്യൂ ഓഫ് തീറ്റ ദാറ്റ് ലൈസ് ഇൻ ദ ഇൻ്റർവൽ ഓപ്പൺ മൈനസ് പൈ ക്ലോസ്ഡ് പൈ ഈസ് നോൺ ആസ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ്. സോ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റിന് ഒരൊറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ ആൻഡ് it is denoted by capital ARG Z, capital A RG Z, arg Z. Okay, so capital A ആണെങ്കിൽ അത് പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് ആണ്, സ്മോൾ a ആണെങ്കിൽ ഇറ്റ് ഈസ് ഓർഡിനറി ആർഗ്യുമെൻറ്റ്. സോ arg Z is unique for each set. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് എന്നുള്ളത്. സോ ഇവിടെ ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് I ആണ്. I means 0 plus 1i, or it corresponds to the point ordered pair 0 1. So അവിടേക്കുള്ള വെക്ടറാണിത്. ദെൻ പോസിറ്റീവ് റിയൽ ആക്സിസുമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പൈ ബൈ 2. ഓക്കെ, and we know that pi by 2 lies in the interval open minus pi close to pi, so that we can say that argument of principal argument of I is equal to pi by 2. അതുപോലെ ഇനി ഈ പിക്ചറിൽ നോക്കുക, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈനസ് ഐ കറസ്പോണ്ട്സ് ടു ദ പോയിന്റ് ഓർഡേർഡ് പെയർ 0 - 1. ഓക്കെ, അപ്പോൾ നമ്മൾ പോസിറ്റീവ് റിയൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കുകയാണ്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറങ്ങി ഇവിടെ എത്തുന്നു. ഇറ്റ് ഈസ് പൈ പ്ലസ് പൈ ബൈ 2, ദാറ്റ് ഈസ് 3 പൈ ബൈ 2. ഈ 3 പൈ ബൈ 2 എന്ന് പറയുന്നത് ഓപ്പൺ മൈനസ് പൈ ക്ലോസ്ഡ് പൈ എന്നുള്ള ഇൻ്റർവെല്ലിലുള്ള വാല്യൂ അല്ല. സോ നമ്മൾ ഈ ആംഗിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുന്ന ആംഗിൾ അല്ല ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, സോ നമ്മളിവിടെ ക്ലോക്ക് വൈസ് ആയിട്ട് വരികയാണ്. ക്ലോക്ക് വൈസ് ആയിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ആംഗിളിൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ നൗ വി ഹാവ് ആംഗിൾ മൈനസ് പൈ ബൈ 2, ഇറ്റ് ഈസ് മൈനസ് പൈ ബൈ 2. സോ ദ പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് ഓഫ് മൈനസ് ഐ ഈസ് മൈനസ് പൈ ബൈ 2. ഇനിയും കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കാണാം. അപ്പോൾ ഈ പിക്ചർ നോക്കുക, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 + i എന്നുള്ള കോംപ്ലക്സ് നമ്പറാണ്. ദിസ് ഇസ് 1 + i. ഈ 1 + i എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സും വൈയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം തന്നെയാണ്. സോ ഹിയർ വി ഹാവ് ആൻ ആംഗിൾ പൈ ബൈ 4. സോ 1 + iയുടെ പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പൈ ബൈ 4. ഓക്കെ, അടുത്തതായിട്ട് ഞാനിവിടെ എടുക്കുന്നത് എന്താ, ഈ നെഗറ്റീവ് റിയൽ ആക്സിസിൽ ഞാനൊരു പോയിന്റ് എടുത്തിരിക്കുകയാണ്. അത് ആരും ആയിക്കോട്ടെ, ഇവിടെ ഇപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് വന്നിരിക്കുന്നത് -1.230. ഓക്കെ, അത് എന്ത് വാല്യൂ ആയാലും നമുക്ക് പ്രശ്നമല്ല. ഇഫ് ദ പോയിന്റ് ലൈസ് ഓൺ ദ നെഗറ്റീവ് റിയൽ ആക്സിസ്, ദെൻ പോസിറ്റീവ് റിയൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പൈ. ഓക്കെ, the angle is pi. So we can say that principal argument of
any negative real number is equal to pi. അടുത്തതായിട്ട് ഞാനൊരു പോയിൻ്റ് എടുക്കുന്നത് ഈ തേർഡ് ക്വാഡ്രൻറ്റിലാണ്. ഇവിടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പോയിൻ്റ് -1 അതായത് -1 -i എന്നുള്ള കോംപ്ലക്സ് നമ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ -1 -i എന്ന് കാണുമ്പോൾ കറസ്പോണ്ടിങ് ഓർഡേർഡ് പെയർ എന്താണെന്ന് നോക്കുക. ഇറ്റ് ഇസ് -1 -1. എന്നിട്ട് അത് ഏത് ക്വാഡ്രൻറ്റിൽ ഏത് പൊസിഷനിലാണ് കിടക്കുന്നത് എന്ന് നോക്കുക. സോ ഇറ്റ് ഇസ് ഹിയർ. ദെൻ നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് വരികയാണെങ്കിൽ പയ്യേക്കാളും വലിയ ആംഗിളാണ് വരിക. പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റിന് നമുക്കത് പറ്റില്ല. സോ വി വിൽ മൂവ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുമ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ π/2. ദെൻ വി ഹാവ് എ π/4. സോ π/2 + π/4 ഇസ് 3π/4. സോ വി ക്യാൻ സേ ദാറ്റ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് ഓഫ് -1 - i ഇസ് -3π/4. സിമിലർലി ഇപ്പം ഞാൻ എടുക്കുന്ന പോയിൻ്റ് ഇവിടെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് വരികയാണെങ്കിൽ പയ്യേക്കാളും വലിയ ആംഗിൾ വരും. സോ വി വിൽ മൂവ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ദിസ് ആംഗിൾ ഇസ് -π/4. സോ വി ക്യാൻ സേ ദാറ്റ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് ഓഫ് 1 - i ഇസ് -π/4. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആംഗിൾ മെഷർ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ multiplication of complex numbers using polar form. So suppose we have two complex numbers z1 and z2, and z1 equal to r1 times cos theta 1 plus I sin theta 1, and z2 is r2 times cos theta 2 plus I sin theta 2. Then z1 z2 എന്ന് പറയുന്നത് r1 cos theta 1 r1 times cos theta 1 plus I sin theta 1 multiplied with r2 times cos theta 2 plus I sin theta 2, and this is same as r1 r2 ഈ സ്കെയിലാസ് ആണ് നമ്മളിവിടെ വെച്ചു. ദെൻ cos theta 1 plus I sin theta 1 multiplied with cos theta 2 plus I sin theta 2 is നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഫോർമുല പ്രകാരം cos theta 1 cos theta 2 minus sin theta 1 sin theta 2 plus I times sin theta 1 cos theta 2 plus cos theta 1 sin theta 2 എന്നാണ് വരിക. ഇതിൽ cos A cos B minus sin A sin B is nothing but cos of A plus B. So this is cos of theta 1 plus theta 2. Sin A cos B plus cos A sin B is sin of A plus B. So this is sin of theta 1 plus theta 2. So we have r1 r2 into cos theta 1 plus theta 2 plus I sin theta 1 plus theta 2. So ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം absolute value of z1 z2. ഇവിടെ z1ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് r1, z2ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് r2. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z1 ഇൻറ്റു z2 ഇസ് ഈക്വൽ ടു r1 r2. മാത്രമല്ല, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ആരാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z1 ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z2. ഇനി ആരാണ് z1 z2വിൻ്റെ ആർഗ്യുമെൻറ്റ് ഓഫ് z1 z2? സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് theta 1 plus theta 2 ആണ്. സോ ദിസ് ഇസ് theta 1 plus theta 2. And who is theta 1? Theta 1 is the argument of z1. Theta 2 is the argument of z2. So this is same as argument of z1 plus argument of z2. So we have argument of z1 into z2 equal to argument of z1 plus argument of z2, and modulus of z1 z2 is same as mod z1 times mod z2. So this is what we have. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് യൂസിങ് പോളാർ ഫോം ആണ് കണ്ടത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഡിവിഷൻ യൂസിങ് പോളാർ ഫോം. സോ നേരത്തെ പോലെ z1 ഈക്വൽ ടു r1 cos theta 1 plus I sin theta 1 എന്നും
z2 equal to r2 times cos theta 2 plus I sin theta 2 എന്ന് എടുക്കുകയാണ്. ആൻഡ് വി ആർ ടേക്കിംഗ് ദെയർ റേഷ്യോ എടുക്കാനായിട്ട് നമുക്ക് റേഷ്യോ എടുക്കാൻ നമ്മൾ എന്താ ചെയ്യാറ്? ദിസ് ഇസ് സെയിം ആസ് r1 by r2. Then we have cos theta 1 plus I sin theta 1 multiplied with cos theta 2 minus I sin theta 2 divided by cos theta 2 plus I sin theta 2 multiplied with cos theta 2 minus I sin theta 2. So താഴെ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈഡ് വിത്ത് ഇറ്റ്സ് കോൺജുഗേറ്റ് ഫോമിലാണ്. സോ നമുക്കത് മോഡുലസ് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ ഫോമിലാവും. ഇവിടെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ എന്താ കിട്ടുക നോക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ 2 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 വിച്ച് ഇസ് സെയിം ആസ് 1 ഇറ്റ് സെൽഫ്. സോ ഡിനോമിനേറ്റർ വിൽ ബി 1. ബാക്കിയുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. r1 by r2 will be cos theta 1 cos theta 2 plus sin theta 1 sin theta 2 plus I times sin theta 1 cos theta 2 minus cos theta 1 sin theta 2. So this is same as r1 by r2 times cos of theta 1 minus theta 2 plus I sin of theta 1 minus theta 2. സോ നേരത്തെ കഴിഞ്ഞ പ്രൊഡക്റ്റിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആർഗ്യുമെൻ്റ് ഓഫ് z1 by z2 ഇസ് theta 1 minus theta 2 means argument of z1 minus argument of z2. Absolute value modulus of z1 by z2 is equal to r1 by r2 which is same as mod z1 by mod z2. And നമുക്കിപ്പോൾ ഡിവിഷൻ അറിയാം. We have this assumption z2 not equal to 0. ഇപ്പം നമ്മൾ പറഞ്ഞത് ആർഗ്യുമെൻ്റ് ഓഫ് z1 z2 ഈക്വൽ ടു ആർഗ്യുമെൻ്റ് ഓഫ് z1 പ്ലസ് ആർഗ്യുമെൻ്റ് ഓഫ് z2 എന്നാണ്. പക്ഷെ ഞാനിവിടെ സാധാരണ ആർഗ്യുമെൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഫോർമുല ട്രൂ ആവണം എന്നില്ല. It need not be true that principal argument of z1 z2 is equal to principal argument of z1 plus principal argument of z2. നമുക്കൊരു എക്സാമ്പിൾ കാണാം. I'm taking z1 as minus I and z2 as minus I. Okay. So argument of z1 is minus pi by 2. Similarly argument of z2 equal to minus pi by 2. So argument of z1 plus argument of z2 is minus pi. Now z1 is I, z1 is minus I and z2 is minus I. So z1 z2 means minus I square minus 1. So and principal argument of minus 1 is pi. So here we got principal argument of z1 z2 not equal to principal argument of z1 plus principal argument of z2. സോ ഓർഡിനറി ആർഗ്യുമെൻറ്റിന് മാത്രമാണ് ഈ ലോഗരിതത്തിന് വർക്ക് ചെയ്യുന്ന പോലെയുള്ള ഈ ഒരു ഫോർമുല വർക്കാവുന്നത്. അത് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റിന് ട്രൂ ആവണമെന്നില്ല. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടു ആർഗ്യുമെൻറ്റ് ഓഫ് z1 by z2 ഇസ് ആർഗ്യുമെൻറ്റ് ഓഫ് z1 മൈനസ് ആർഗ്യുമെൻറ്റ് ഓഫ് z2. But it need not be true in general that principal argument of z1 by z2 equal to principal argument of z1 minus principal argument of z2. For example, here I am taking z1 as minus I and z2 as I. So argument of z1 is minus pi by 2, argument of z2 is pi by 2. So that we will get argument of z1 minus argument of z2 is minus pi by 2 minus pi by 2 which is minus pi. But argument of z1 by z2 is nothing but argument of minus 1 which is pi. So here also argument of z1 by z2 not equal to argument of z1 minus argument